നമസ്കാരം. ഗവർണർക്ക് നേരെ നിരന്തരം SFI എന്ന വിദ്യാർത്ഥി സംഘടനയിൽ നിന്നും സുരക്ഷാ ഭീഷണിയും സംഘർഷങ്ങളും അതുപോലെ തന്നെ ഭീഷണിയും ഉയരുന്നുണ്ട്. ഇന്ന് AKG സെന്ററിൽ നിന്നും നിർദ്ദേശം കിട്ടിയതനുസരിച്ചാണ് SFI പ്രവർത്തകർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. പക്ഷേ പിണറായി വിജയന്റെ പോലീസ് അത് നോക്കിക്കണ്ടു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷമാണ് SFI നേതാക്കൾ ഗവർണർക്ക് നേരെ ആക്രമിക്കാൻ ഒരു ശ്രമം നടത്തിയത്. അതൊരു വധശ്രമം തന്നെ നടത്തി. ഗവർണർക്ക് നേരെ ഒരു ആക്രമണം സൃഷ്ടിക്കാനായിരുന്നു അന്ന് പാളയത്ത് വെച്ച് ഗവർണറെ ഔദ്യോഗിക വാഹനത്തിന്റെ ഗ്ലാസ് വരെ അടിച്ചു തകർക്കുന്ന രീതിയിലേക്ക് എത്തിയത്. ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും SFI മാർച്ച് യൂണിവേഴ്സിറ്റിയുടെ ഓഫീസിലേക്ക്, അത് സംസ്കൃത ഭവനിലേക്ക് ഉണ്ടാവുകയായിരുന്നു. കൂടാതെ വലിയൊരു പ്രതിഷേധം നടക്കുമെന്ന് പോലീസ് അറിഞ്ഞിട്ടും വേണ്ട രീതിയിൽ ഒരു സുരക്ഷ ഒരുക്കാൻ പോലീസിന് തയ്യാറായില്ല. വാതിൽ ചവിട്ടി തുറക്കാൻ വരെ SFI ശ്രമം നടത്തുകയും ചെയ്തു. വൈസ് ചാൻസലർ നിയമത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFIയുടെ പ്രതിഷേധമാണ് ഇന്ന് പാളയത്ത് നടന്നത്. കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംസ്കൃത ഡിപ്പാർട്ട്മെന്റിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ സെമിനാർ ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴാണ് ഗവർണർക്കെതിരെ SFI പ്രതിഷേധിക്കാനെത്തിയത്. സെനറ്റ് ഹാളിന്റെ പുറത്ത് മുദ്രാവാക്യം വിളിച്ചുള്ള SFI പ്രവർത്തകരുടെ പ്രതിഷേധം പോലീസ് തടഞ്ഞു. അത് വലിയ രീതിയിൽ സംഘർഷത്തിന് ഇടയാക്കി. യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ ഗേറ്റ് മറികടക്കാൻ SFI പ്രവർത്തകർ ശ്രമിക്കുന്നതിനിടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധം കണക്കിലെടുത്ത് സെനറ്റ് ഹാളിന്റെ മുഴുവൻ വാതിലുകളും ജനലുകളും അടച്ചു. ആ സമയത്താണ്, അതായത് SFI പ്രവർത്തകർ ആ യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുന്നിലേക്ക് പ്രതിഷേധവുമായിട്ട് എത്തിയപ്പോഴാണ് കുറച്ച് പോലീസുകാരെങ്കിലും വന്ന് വാതിലും ജനലൊക്കെ അടച്ചത്. 2 വർഷത്തിനിടെ ആദ്യമായാണ് ഗവർണർ സർവകലാശാലയിലേക്ക് എത്തുന്നത്. VC നിയമത്തിൽ ഗവർണർ ഏകപക്ഷീയമായ തീരുമാനം എടുക്കുന്നുവെന്നാണ് ഇടതുപക്ഷ സംഘടനകളുടെ ആരോപണം. പ്രതിഷേധം കടുത്തതോടെ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും എല്ലാ നിയന്ത്രണവും ഭേദിച്ച് പ്രവർത്തകർ പ്രതിഷേധം കടുപ്പിക്കുകയായിരുന്നു. പരിപാടി നടക്കുന്ന സെനറ്റ് ഹാളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഗവർണർക്ക് നിരന്തരമായി സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നുവെന്ന രാജ്ഭവന്റെ ആരോപണത്തിനിടെയാണ് പുതിയതായി SFIയുടെ പ്രതിഷേധം കൂടെ എത്തിയത്. സർവകലാശാല ആസ്ഥാനത്തിന് പുറത്ത് സംഘടിപ്പിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഗവർണർ സ്വന്തം നിലയ്ക്ക് സർവകലാശാലയിൽ നിയമനം നടത്തുന്നു എന്നാരോപിച്ചാണ് പ്രതിഷേധം. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പ്രകടനമായാണ് SFI പ്രവർത്തകരെത്തിയത്. പുറത്തെ ഗേറ്റിൽ ഇവരെ തടയാൻ പോലീസ് ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. കാരണം അത്രയ്ക്ക് ഫോഴ്സ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നില്ല. പ്രവർത്തകർ ഗേറ്റ് തള്ളി തുറന്ന് സെനറ്റ് ഹാളിന്റെ അടുത്തേക്ക് എത്തുകയായിരുന്നു. സെനറ്റ് ഹാളിന്റെ വാതിലും ജനലുകളും വരെ പോലീസ് അവസാനം അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. എന്നിട്ടും ഗവർണർ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയില്ല. ഗവർണർ സംഘപരിവാറിന്റെ ആളുകളെ തിരികെ കയറ്റി വിദ്യാഭ്യാസ മേഖലയെ നശിപ്പിക്കുകയാണെന്നാണ് SFIയിലെ കുറെ വിദ്യാഭ്യാസം ഇല്ലാത്ത നേതാക്കൾ ആരോപിക്കുന്നത്. ഗവർണറാണ് വരുന്നത്, ഗവർണർക്ക് നേരെ SFI എന്ന ഈ നരാധമനായ കൊലപാതകങ്ങളായ വിദ്യാർത്ഥി പ്രസ്ഥാനം ആക്രമണം നടത്തുമെന്ന് അറിയാവുന്നത് കൊണ്ട് കൂടുതൽ പോലീസ് ഫോഴ്സ് വേണമെന്ന് തന്നെ തുടക്കം മുതൽ അറിയാവുന്ന പോലീസുകാർ, അതായത് നമ്മുടെ പോലീസ് കമ്മീഷണറും DGPയും അടക്കം ആ സമയത്ത് കണ്ണടച്ചിരുന്നു. വിരലിൽ എണ്ണാവുന്ന പോലീസുകാരെ മാത്രമാണ് വിട്ടത്. സെനറ്റ് ഹാളിലേക്ക് ഗവർണർ ഒരു പ്രസംഗം നടത്തി അവസാന നിമിഷം ഇവരെല്ലാരും കൂടെ മെയിൻ ഗേറ്റ് ഭേദിച്ച് അകത്തേക്ക് എത്തും എന്ന കണ്ടതോടുകൂടിയാണ് പെട്ടെന്ന് തന്നെ പോലീസ് ജനലും വാതിലുകളും ഒക്കെ അടച്ചത്. എന്നിട്ടും ലാത്തി ചാർജ് നടത്താനോ അല്ലെങ്കിൽ ഇവരെ അവിടെ നിന്ന് സെനറ്റ് ഹാളിന്റെ മുൻവശത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനോ പോലീസ് തയ്യാറായില്ല. പിണറായി പോലീസ് തയ്യാറായില്ല. ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷമാണ് പാളയം ചന്ദ്രശേഖര സ്റ്റേഡിയത്തിന്റെ ആ ഭാഗത്ത് വെച്ചിട്ട് വിമാനത്താവളത്തിലേക്ക് പോണ മധ്യേ ഗവർണറുടെ ഔദ്യോഗിക വാഹനത്തിൽ SFI പ്രവർത്തകർ മുന്നിലേക്ക് എടുത്ത് ചാടുകയും ഗവർണറുടെ ഗ്ലാസുകൾ അടിച്ചു തകർക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് അടിച്ചു തകർക്കാൻ ഒരു ശ്രമം അന്ന് ഉണ്ടായത്. അതിനുശേഷമാണ് ഗവർണർ CRPFന്റെ പ്രൊട്ടക്ഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് ഒരു നിർദ്ദേശം, രാജ്ഭവൻ ഉൾപ്പെടെ നിർദ്ദേശം കൊടുക്കുകയും കേന്ദ്രം, അതായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര സർക്കാരിന് ആവശ്യപ്പെടുകയും ചെയ്തത്. ഇപ്പോഴും ഗവർണർക്കെതിരെ ഒരു ആക്രമണം, അതായത് ഒരു വധശ്രമത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിപ്പെടാമെന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടും കേരള പോലീസ് ഒന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ ഗവർണർക്ക് നേരെ നടന്ന ഈ പ്രതിഷേധം ഉൾപ്പെടെ കമ്മീഷണറോട് വിശദീകരണം ചോദിക്കാനും അതുപോലെ തന്നെ രാജ്ഭവൻ ഒരു റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് അയക്കാനും സാധ്യത കൂടുതലാണ്.